ഹായ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നാണ് നമ്മുടെ ഹൈക്കോടതിയിലെ കേസ് അല്ലേ. അപ്പോൾ ലീഡർമാർ കൊടുത്ത കേസാണ്. കമ്പനി മുതലാളിമാർ ഒളിവിലായ സമയത്ത് ലീഡർമാർ ഒരു വക്കീലിനെ തേടിപ്പിടിക്കുകയും വക്കീൽ ഫീസ് ലീഡർമാരൊക്കെ വീതിച്ചെടുത്തിട്ട് ഉണ്ടാക്കിയൊരു കേസാണ്. നമ്മൾക്കെതിരെ ആദ്യമായിട്ട് വന്ന FIR ക്വാഷ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള കേസാണ്. 2 തവണ വന്നപ്പോൾ അത് ഇവരുടെ വക്കീൽ തന്നെ വാദിക്കാനൊന്നുമില്ലാത്തതുകൊണ്ട് നീട്ടിവെച്ച കേസാണ്. 3ാമത്തെ പ്രാവശ്യം വന്നപ്പോൾ ഗവൺമെൻറ് വക്കീൽ ചില തീരുമാനങ്ങളൊക്കെ എടുക്കാനുണ്ട്, അതുകൊണ്ട് 2 ആഴ്ച നീട്ടിവെക്കണമെന്ന് പറഞ്ഞ കേസാണ്. ആ 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള ഹിയറിംഗ് ഡേറ്റാണ് നമ്മുടെ 27 ഇന്ന്. അപ്പോൾ ഈ കേസ് അഡ്മിഷൻ സ്റ്റേജിലാണുള്ളത്. ഇതുവരെ കേസ് എടുക്കണോ വേണ്ടിയോ എന്ന് തീരുമാനിച്ചിട്ടില്ല കോടതി. അപ്പോൾ ഇന്ന് ഈ കേസ് വരുമ്പോൾ 2 കാര്യങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. ഒന്ന്, ഈ കേസിൽ മറ്റ് FIR ഇട്ട വ്യക്തികൾ ഈ കേസിൽ കക്ഷി ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പറയും ഇതേപോലത്തെ പരാതി നമ്മൾക്കും ഉണ്ട്, അതുകൊണ്ട് ഈ കേസ് റദ്ദാക്കാൻ പാടില്ല, ഈ FIR റദ്ദാക്കാൻ പാടില്ല, ഈ കേസിൽ അന്വേഷണം നടക്കുകയാണ്, ഈ കേസിൽ ED ഇവിടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്, അതുകൊണ്ട് ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അപ്പോൾ ജഡ്ജ് ഈ കേസ് തള്ളും. ഇനി വേറെയാണ്, ഇനി ഇതല്ല എങ്കിൽ സംഭവിക്കാൻ പോകുന്നത്, ഇപ്പോഴത്തെ സ്ഥിതിയൊക്കെ മാറിയിരിക്കുകയാണ്, ഇവരുടെ ആത്മവിശ്വാസമൊക്കെ പോയിരിക്കുകയാണ്, ലീഡർമാരൊക്കെ ഒളിവിലാണ്, അവർക്കും അറിയാം എന്താണ് വരാൻ പോകുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ 2 തവണ വാദിക്കാനൊന്നുമില്ലാത്തതുകൊണ്ട് നീട്ടിവെച്ച വക്കീലെ നമുക്ക് വാദിക്കാനില്ല, നമ്മൾ ഈ കേസ് പിൻവലിക്കാൻ നമ്മളെ അനുവദിക്കണം, നമ്മളെ ഈ കേസ് പിൻവലിക്കാൻ അനുവദിക്കണം, നമ്മളെ ഈ കേസ് പിൻവലിക്കാൻ ദയവീത് അനുവദിക്കണമെന്ന് മുന്നു പറഞ്ഞ പോലെ ഈ വക്കീലും പറയുകയും അത് അനുവദിക്കുകയും കേസ് പിൻവലിച്ച് ഓടുകയുമാണ് ഈ കേസിലുണ്ടാകാൻ പോകുന്ന 2ാമത്തെ കാര്യം. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഇന്ന് 27/2/2024 കേരള ഹൈക്കോടതിയിൽ സംഭവിക്കാൻ പോകുന്നത്. ഇതല്ല വേറെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റ് ചെയ്യുക. ബൈ.